നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മയങ്ങുകയില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനം അവസാനിക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം വാക്ക്. ഈ ബൈബിളിലെ ദൈവവചനങ്ങളാണ് എന്നെ ഓരോ ദിവസവും നടത്തുന്നത്, ഓരോ നിമിഷവും നടത്തുന്നത്. ഇപ്പം നിങ്ങളുടെ മുൻപിൽ ചിരിച്ച മുഖത്തോടെ എന്നെ ഇരിക്കാൻ പ്രാപ്തിയാക്കിയതും ഈ വചനങ്ങൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റുകളുടെ ഭാഗമായിട്ട് ഒത്തിരി പേരെന്നെ വിളിക്കുകയും മെസ്സേജുകളിൽ കൂടിയൊക്കെ എനിക്ക് ഒത്തിരി മനോധൈര്യം നൽകുന്ന വാക്കുകളാണ് നൽകിയത്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം ഫേസ്ബുക്ക് തുടങ്ങിയ കാലം തൊട്ട് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, കുറേ ഫോട്ടോകളിടും, അതിൻ്റെ ലൈക്കുകൾ നോക്കും, കമൻറ്റുകൾ നോക്കിയൊക്കെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒത്തിരി ആലോചിച്ച ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എല്ലാവരും പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഇത് ഒരു 5 കീമോ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സർജറി കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ ഏപ്രിൽ 10-നായിരുന്നു എൻ്റെ സർജറി. ഇപ്പം എൻ്റെ കീമോപടന്മാർ നന്നായിട്ട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോരാടുന്നതിൻ്റെ തെളിവാണ്. എൻ്റെ തലയിൽ മുടിയൊക്കെ പോയി, എന്നാലും ഞാൻ സുന്ദരിയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെപ്പോഴും നിങ്ങളുടെ മുൻപിൽ ഈ ചിരിച്ച മുഖത്തോടു കൂടി ഇരുന്ന് സംസാരിക്കാനാണ് ഇഷ്ടം. വയ്യായികയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ടെങ്കിലും എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ എപ്പോഴും ചിരിച്ച് തന്നെയാണ് സംസാരിക്കാറ്. കാരണം നമ്മളൊരു രോഗിയാണ്, അയ്യോ നമ്മൾ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് എന്ന് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരെ. നമ്മുടെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വന്ന് കാണുന്നവരെ കൂടി നമ്മൾ എന്താ പറയുക, ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ദൈവം സഹായിച്ച് കഴിഞ്ഞ 9-ാം തീയതിയായിരുന്നു എൻ്റെ 5th കീമോ കഴിഞ്ഞത്. എനിക്ക് ഒരു 6-7 ദിവസത്തോളം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ 2 ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഞാനൊന്ന് വലിയ കുഴപ്പമില്ലാതെ ഓക്കെ ആയിട്ട്. എങ്കിരുന്നാൽ പോലും കീമോ ആയാലും അത് എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക, ഞാൻ അതിലേക്ക് ഓവർകം ചെയ്യാൻ ശ്രമിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നടക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നടക്കും. ഞാൻ ചിരിച്ച് തന്നെ സംസാരിക്കാറുള്ളൂ. ഞാൻ കൂടുതലും മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കരയാറില്ല. കരയാൻ നമുക്ക് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതപ്പോൾ ഞാൻ എൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലാണ് അത് എന്താ പറയുക, ഞാൻ ആ സങ്കടങ്ങളൊക്കെ തീർക്കാറ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ മുൻപിൽ, എൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ, എൻ്റെ കൂടപ്പിറപ്പുകളുടെ മുന്നിൽ, എൻ്റെ മക്കളുടെ മുന്നിൽ ഞാനിങ്ങനെ കരഞ്ഞ മുഖത്തോട് നിൽക്കുന്നത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്കറിയാം. എങ്കിലും ദൈവം എന്നെ ഈ 5 മാസം കൊണ്ട് ഫെബ്രുവരി 24-ാം തീയതി തുടങ്ങിയ ഒരു ജേണിയാണിത്. ഇന്നിപ്പം ജൂലൈ 23. ഈ ഒരു നിമിഷം നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നത് വരെ ദൈവം എനിക്ക് അത്രത്തോളം ധൈര്യവും എൻ്റെ കൂടെ കരുതി. ദൈവം എന്നിൽ പ്രവർത്തിച്ചത് മുഴുവൻ എൻ്റെ ഫാമിലിയുടെ, എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ എന്താ പറയുക റിലേറ്റീവ്സിൻ്റെ, എല്ലാവരും എന്നെ അറിയുന്ന ഒത്തിരി 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 പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്നിരുന്ന് ഇത്രയും തെളിഞ്ഞ മുഖത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എന്നുള്ള ധൈര്യം എനിക്ക് കിട്ടിയത്. എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഞാനിത് അറിഞ്ഞെന്നുള്ളത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അറിഞ്ഞത്. വല്ലപ്പോഴുമൊക്കെ വരുന്നൊരു പനിയോ അല്ലെങ്കിൽ തലവേദനയോ അതിനൊരു പാരസെറ്റമോളോ സിട്രിസിനോ കഴിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ രീതിയിലൊരു BP-യുടെ പ്രശ്നം എനിക്ക് സെക്കൻഡ് മോനെ പ്രഗ്നൻസി ടൈം തൊട്ട് എനിക്ക് BP-യുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് എനിക്കൊരു കൈകെട്ടുകഴിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ പുറം വേദന എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ എനിക്ക് ECGയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കൈയിൻ്റെ കട്ടുകഴിച്ചിൽ എനിക്ക് റൈറ്റ് ബ്രസ്റ്റിലാണ് ഈ മുഴ വന്നത്. അപ്പോൾ ഈ കൈകെട്ടുകഴിച്ചിൽ ചിലപ്പോൾ എന്താ പറയുക, ഈ BP-യുടെ ഭാഗമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ഗുളിക തന്നു, ഞാനത് കഴിച്ചു, കുഴപ്പമില്ല, പോയി. പക്ഷെ എന്നാലും പിന്നെ കുറച്ച് നാൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെയും ഭയങ്കരമായിട്ട് കൈകെട്ടുകഴിച്ചിൽ വരാൻ തുടങ്ങി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കൈ അങ്ങ് കട്ട് കഴിച്ച് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഒരു എന്താ പറയുക, ഞൊട്ടാന്നൊക്കെ പറയത്തില്ലേ, അതങ്ങ് പൊട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ബത്തേരി കെൽട്രോൺ നോളേജ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കൈ ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം ആ വലിയ പ്രശ്നം വരുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കൈക്ക് എന്താ പറയുക, ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടുകഴിച്ചിൽ വരുമ്പോൾ അത് ഇവിടെ ഒരു സംഭവം പൊട്ടും. അപ്പോൾ അത് കുറച്ച് എനിക്ക് റിലാക്സ് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട്
ഒരു ഓഫീസിൽ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഉച്ചയാകുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ക്ഷീണം അങ്ങ് വരും. ക്ഷീണം എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഞാനപ്പം അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ടേബിളിൽ ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ കണ്ണടച്ച് ഞാൻ അവിടെ കിടക്കും. അത് എണീറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു ക്ഷീണത്തിന് കുറച്ച് കുറവ് വരും. എന്നാലും ക്ഷീണം തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് കയറുമ്പോൾ എനിക്ക് ആ ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി ഞാനിതെങ്ങനെ അറിഞ്ഞെന്നുള്ളത്, എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള എന്താ പറയുക, ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ഒരു പരസ്യമുണ്ടല്ലോ, അതിലൊക്കെ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന സംഭവങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സ്റ്റാറ്റസൊക്കെ ഇട്ട് അതൊക്കെ നോക്കി ആസ്വദിച്ച് അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ ഡാൻസിങ് ഡാൻസ്, പാട്ടെങ്കിൽ പാട്ട്, മോണാക്ടിങ് എല്ലാ പരിപാടികളും കൊണ്ടുപോയി കൂടാനും ചെയ്യാനും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വീട്ടുകാരുടെ ഒക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫെബ്രുവരി 10 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന ബർത്ത്ഡേ ആയിരുന്നു. നല്ല രീതിയിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി കേക്കൊക്കെ മുറിച്ചു. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലേ, കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റൂമിലേക്ക് വന്നപ്പം എൻ്റെ ഒരു കൂട്ടുകാരി മാമോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അപ്പോൾ അന്നേരം അവരൊക്കെ ഇങ്ങനെ കൈ കട്ട് കഴിച്ചില്ല വേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കിതൊന്നും അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇതൊക്കെ ഈ പണീൻ്റെ ഭാഗമായിട്ടാണെന്നുള്ള അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ബോഡി തീരെ കെയർ ചെയ്യാത്ത ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ശരിക്കും ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ശരീരത്തെ നമ്മൾ അതുപോലെ തന്നെ കൊണ്ടു നടക്കണം. പുറമോടി പൊട്ടുതൊടും, നല്ല ഡ്രസ്സിടും, എന്താ പറയുക, പൗഡർ ഇടും ഒക്കെ ചെയ്യെങ്കിൽ, ഇപ്പോൾ പിരിയം ത്രെഡ് ചെയ്യും ഒക്കെ ചെയ്യെങ്കിലും നമ്മുടെ ഉള്ളിൽ, നമ്മൾ പുറത്തെ മാത്രമല്ല നമ്മുടെ ഉള്ളിലും കൂടെ നമുക്കൊരു ശ്രദ്ധ വേണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് പഠിച്ചൊരു പാഠമാണ് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് വെറുതെ ഞാനൊന്നിങ്ങനെ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പം എൻ്റെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്ത് ഇങ്ങനൊരു മുഴ കണ്ടു. മുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും അനങ്ങുന്നില്ല, ഇങ്ങോട്ടും ഭയങ്കര സ്റ്റിഫായിട്ട്, പക്ഷേ ഒരു വേദനയില്ല. എത്ര ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വേദനയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനൊരു മുഴ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിചാരം, ഇതിപ്പം ഒരു മുഴയല്ലേ, ഇനിയിപ്പോൾ അങ്ങനെയാണ് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ ഡോക്ടർ പറയുമായിരിക്കും ഒന്ന് സർജറി ചെയ്ത് അതൊക്കെ ഒന്ന് കീറി കളയണമെന്ന് പറയുമായിരിക്കും. അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് ഞാൻ അതിനെ കരുതിയത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ഡോക്ടറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച പുള്ളി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, അധ്യാപകനാണ്. ഒരു തിങ്കളാഴ്ച എന്നിട്ട് എന്നോട് പറഞ്ഞ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ലീവ് എടുത്തു. ഞാൻ പക്ഷേ മറന്നുപോയി, ഞാൻ ബുക്ക് ചെയ്തില്ല. അങ്ങനെ അന്ന് കഴിഞ്ഞു. പിന്നത്തെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേന് എന്നോട് പറഞ്ഞു നിർബന്ധമായിട്ട് നീ വിളിച്ച് ബുക്ക് ചെയ്തിരിക്കണം, ഞാൻ ലീവ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇക്രയിൽ, അവൾ നേഴ്സാണ്. അപ്പോൾ അവളോട് പറഞ്ഞു നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നീ അവിടുത്തെ ഗൈനക്കോളജിയിൽ നിന്ന് ബുക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ഇക്ര ഹോസ്പിറ്റലിൽ ദേവകി മാഡത്തിന് എനിക്ക് ബുക്ക് ചെയ്തു തന്നു. ഞാനങ്ങനെ അന്നും ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ വന്ന് നീ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അങ്ങനെ പോയി ദേവകി മാഡത്തിനെ കണ്ടു. ഡോക്ടർ ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത റിസൾട്ടുമായിട്ട് മാഡത്തിനെ കണ്ടു. മാഡം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, സർജൻ്റെ അടുത്തോട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇക്ര ഹോസ്പിറ്റലിൽ സർജൻ്റെ അടുത്തോട്ട് വിട്ടു. സർജൻ എൻ്റെ ഈ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ ഒരു മാമോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. മാമോഗ്രാം അവിടെ ഇല്ല, നിങ്ങൾ ഹെൽത്ത് വേവ് ബത്തിയിട്ടുള്ള ഹെൽത്ത് വേവ് ത്രൂ നിങ്ങൾ മാമോഗ്രാം ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വന്ന് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഹെൽത്ത് വേവിലേക്ക് വിളിച്ചപ്പം പിറ്റേ ദിവസം ഡേറ്റ് ഇല്ല, മൺഡേ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ എനിക്ക് പിറ്റേ ദിവസം തന്നെ മാമോഗ്രാം ചെയ്യാനുള്ള ഡേറ്റ് അവിടെ ആയി കിട്ടി. പിറ്റേ ദിവസം ഓഫീസിൽ വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി എന്നിട്ടും എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ മാമോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽത്ത് വേയിൽ പോയി. പക്ഷേ ഈ പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കി കഴിഞ്ഞപ്പം അതിൽ ബിരാഡ് 4C എന്ന കാറ്റഗറിയിലാണ് എൻ്റെ ഈ മുഴയെ കാണുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ ഗൂഗിൾ ദൈവത്തിനോട് ചോദിക്കുമല്ലോ. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇവർ ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് എനിക്ക് ആ ഒരു
അതിൽ നിന്ന് എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. കാരണം വിരാട് 4C ഇതിൽ തന്നെ നമുക്ക് ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. വിരാട് 1, 2, 3, 4 തന്നെ A, B, C ഒക്കെ ഉണ്ട്. A ആണെങ്കിൽ 2% ആണ് ചാൻസ്, B ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ കൂടുതൽ. പക്ഷേ C 50 to above 95%, അത് 100 വരെ തന്നെ പറയാം സാധ്യതയുള്ളതാണ്. ക്യാൻസർ ആവാനുള്ള സാധ്യതയുള്ള മുഴയെ ആണ് ഇപ്പം എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടത്. അങ്ങനെ ഞാൻ ഹെൽത്ത് വേയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയായിരുന്നു. ഞാൻ അവിടെ പോയി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ സ്കാനിങ് റിസൾട്ട് പോലും ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മുടെ പള്ളിയിലൊരു കൊച്ചുണ്ടായിരുന്നു. ഞാനങ്ങനെ മാമോഗ്രാം ചെയ്തു. സ്കാനിങ്ങിന് കയറി ഡോക്ടർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ കാഷ്വലായിട്ട് ആ ഡോക്ടർ ഭയങ്കര കാഷ്വലായിട്ട് വർത്താനം പറഞ്ഞ മലയാളിയല്ല, വേറൊരു ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഡോക്ടർ നോക്കി, ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു. മാമോഗ്രാമിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പള്ളിയിലൊരു കൊച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നെ സ്കാൻ ചെയ്യുന്ന റൂമിൽ ആ കൊച്ചും ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ പുറത്ത് ആ റിസൾട്ടും കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി പേടിക്കൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു കരി പോലെയോ എന്തോ, ഡോക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഇങ്ങനെ കാണുന്നുണ്ട്, ചേച്ചി പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. ഞങ്ങൾ കുർബാനയ്ക്ക് പോയ ശേഷം ഇക്രയിലെ ഡോക്ടറെ പിന്നെയും കണ്ടു. ഡോക്ടർ മാമോഗ്രാം നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഉടനെ തന്നെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ഹസ്ബൻഡ് ഇത് വേറെ ആരോടും ഡിസ്കസ്സൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അമ്മ വേഗം വീട്ടിൽ നിന്ന് വന്നു, ഹോസ്പിറ്റലിലോട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, ട്രൂ കട്ട് ബയോപ്സിയാണ് പറഞ്ഞത്, നമുക്ക് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഒരു ഓപ്ഷൻ പറഞ്ഞു, എന്തായാലും ഇതിവിടെ പറഞ്ഞതല്ലേ, നമുക്ക് ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നിമി ഡോക്ടറുണ്ട്, ഒരു മിലിറ്ററി സർജൻ ഡോക്ടറാണ്, നമുക്ക് അവരെ റൂമിൽ പോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റലിൽ പറഞ്ഞു, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം നിമി ഡോക്ടർ റൂമിൽ ബുക്ക് ചെയ്തു. ഞാൻ ഹസ്ബൻഡും കൊണ്ട് നിമി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ അഡ്മിറ്റ് ആയിക്കോ, നമുക്ക് ട്രൂ കട്ട് ബയോപ്സി ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ എന്നെ അപ്പം തന്നെ അഡ്മിറ്റ് ആക്കാൻ ഡോക്ടർ തന്നെയാണ് തീരുമാനിച്ചത്. പിന്നെ നമ്മൾ അമാന്തം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഡോക്ടർ നിങ്ങളൊരു കാര്യം ചെയ്യുന്നതായാലും വന്നതല്ലേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ വീട്ടിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളായിട്ട് എടുത്തിട്ട് പോലെ 2 ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. പക്ഷെ അപ്പോഴത്തേനും ശരിക്കും ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കേട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ പിള്ളേരുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങളെല്ലാം അവരെ നമ്മൾ സെറ്റാക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളതൊക്കെ പോകുന്ന വഴിക്ക് വാങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി ചെന്നു. ഡോക്ടർ അപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ അടുത്ത വീഡിയോ ഞാൻ അടുത്തതിൽ പറയാം കേട്ടോ. ഇതിങ്ങനെ ഒത്തിരി നീണ്ടു പോകില്ല ഇതിങ്ങനെ പറയുമ്പം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.